തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. നമ്മൾ ഒരിക്കൽ കൂടി ആ വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം ഉള്ളൂർ ആക്കുളം റോഡിലും വെള്ളക്കെട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. വെള്ളത്തിലകപ്പെട്ട നിരവധി വാഹനങ്ങൾ കെട്ടിവലിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകം തന്നെ മേഘന മുരളി വിവരങ്ങളുമായി. മേഘന, എന്താണ് അവിടുത്തെ സാഹചര്യം? വെള്ളക്കെട്ട് എന്നുള്ളത് അതിപ്പോഴും ഉണ്ട് എന്നതാണോ? ഗതാഗതത്തെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? മഴയുണ്ട് ഇപ്പോഴും അല്ലേ? അനുജ, തിരുവനന്തപുരത്ത് ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്. അതേ തുടർന്ന് നമ്മൾ ഈ കാണുന്നത് ഉള്ളൂർ ആക്കുളം റോഡാണ്. പ്രധാനപ്പെട്ട പാതയാണ്, ഹൈവേയിലേക്ക് ഇറങ്ങുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ ഈ വെള്ളം നിറഞ്ഞ് ഒരു വെള്ളക്കെട്ടുണ്ടായി വാഹനങ്ങൾ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് JCB അടക്കം എത്തി ഈ ഒരു വെള്ളക്കെട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പൊഴി മുറിച്ചു കഴിഞ്ഞു. ഇനി അരമണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങുമെന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. പക്ഷേ അരമണിക്കൂറായി ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് വെള്ളം കെട്ടി വാഹനങ്ങളടക്കം അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് റിക്കവറി വാഹനം എത്തിയാണ് ഈ വാഹനങ്ങളെ വലിച്ച് കരയിലേക്ക് എത്തിച്ചത്. ഈ റോഡ് അത് നിഷിന് സമീപമാണ്, പ്രധാനപ്പെട്ട പാത. അത് ടെക്നോ പാർക്കിലെ അടക്കം ആളുകൾ ഹൈവേയിലേക്ക് ഇറങ്ങാനും ജോലിക്ക് എത്താനും ആശ്രയിക്കുന്ന പാതയാണ്. രാവിലെ തന്നെ നല്ല ഗതാഗത കുരുക്കുണ്ടായിരുന്നു. അവിടെയാണ് ഈ വെള്ളം കെട്ടിയത്. അത് കനത്ത മഴ, ഇന്നലെ രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴ അത് തന്നെയാണ്. അതുപോലെ ഈ വാഹനം 5ലധികം വാഹനങ്ങളാണ് ഈ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കെട്ടിവലിച്ച് പുറത്തേക്ക് എത്തിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ JCB അടക്കം എത്തിച്ച് ഈ വാഹനങ്ങൾ കൂടാതെ ഈ വെള്ളക്കെട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുറെ നേരം ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരുപാട് പേർ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയൊരു ഗതാഗത തടസ്സം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ. കുറെ നേരം ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുന്ന അനുജ, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ രണ്ടു ഭാഗത്തും ആക്കുളം ഉള്ളൂർ റോഡിന്റെ രണ്ടു ഭാഗത്തായും ഗതാഗത തടസ്സമുണ്ട്. ഇവിടെ നിന്ന് വെള്ളം പൂർണ്ണമായും ഈ വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയാൽ മാത്രമേ ഗതാഗതം പൂർണ്ണമായും സാധാഗതിയിലേക്ക് ആക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ദൂരത്തോളം കാണുന്ന രീതിയിലേക്ക് വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പുറം ഈ വെള്ളക്കെട്ട് എത്രയും വേഗം ഒഴിവാക്കാനുള്ള ഒരു ശ്രമവും JCB അടക്കം എത്തിച്ച് നടത്തുന്നു. കടകംപള്ളി സുരേന്ദ്രൻ MLA അല്പസമയം മുന്നേ ഇവിടെ സ്ഥലം സന്ദർശിച്ചു മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അരമണിക്കൂറിലധികം നേരമായി കനത്ത മഴ, അത് അരമണിക്കൂറിലധികം നേരമായി ഈ ഗതാഗതം ഇവിടെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിഷിനടുത്തത് ഈ രാവിലെ തന്നെ ടെക്നോ പാർക്കിലേക്ക് അടക്കം ആളുകൾ ജോലിക്ക് പോകാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയിലാണ് ഇത്തരത്തിലൊരു ബ്ലോക്ക് ഉണ്ടായത് എന്നുള്ളതാണ്. ചേട്ടാ, കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത്? ബുദ്ധിമുട്ടിയല്ലേ? എപ്പോഴും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുന്നതാണോ? അതറിയത്തില്ലായിരുന്നു, ഞാൻ പോവാറുള്ളതാണ്. ഇവിടെ ഇതാ ഈ വാഹനങ്ങൾ ഉന്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം അടക്കം നമുക്ക് കാണാനുണ്ട്. വണ്ടിയിൽ വെള്ളം കയറി, സൈലൻസർ വെള്ളം കയറി. സർവീസ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റില്ല? അല്ല, പറ്റും. അല്ല, വെള്ളം കയറിയ വണ്ടി ഓഫ്. ഹനുജ, അങ്ങനെ തന്നെയാണ്. പലരും ഇവിടെ നിന്ന് വാഹനങ്ങൾ തള്ളി കരയ്ക്കേക്ക് എത്തിക്കേണ്ട, ഈ വെള്ളക്കെട്ട് മറികടക്കേണ്ട ഒരു സാഹചര്യം അടക്കം നമുക്ക് കാണാനുണ്ട്. രണ്ടു വശത്തും വാഹനങ്ങൾ, അതിപ്പോൾ ചെറിയ രീതിയിൽ വാഹനങ്ങൾ പോയി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ മുക്കാൽ മണിക്കൂറുകളായി ഇവിടുത്തെ ദൃശ്യം ഇങ്ങനെ ആയിരുന്നില്ല. മറിച്ച് ഈ പൊഴി മുറിച്ചതിൽ പിന്നെ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ JCB അടക്കം ഈ സൈഡിലെ ഈ മറ്റ് ഇതൊക്കെ നീക്കിക്കൊണ്ട് ഈ വെള്ളം ഒഴുക്കിവിടാനുള്ള ഒരു സാഹചര്യം അടക്കം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ അടക്കം ഇവിടെ നടക്കുന്നു. എന്തായാലും അരമണിക്കൂറിലധികം നേരമായി ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. MLA അടക്കം സ്ഥലം സന്ദർശിച്ച് വേണ്ട നിർദ്ദേശങ്ങളടക്കം നൽകിയാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. ഇനി കനത്ത മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. അങ്ങനെ ഒരു ആശങ്ക കൂടിയുണ്ട്. തിരുവനന്തപുരത്തെ ഉള്ളൂർ ആക്കുളം റോഡ്, അതിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് മേഘന മുരളി നൽകിയത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ വെള്ളക്കെട്ടാണ് അവിടെ ഉള്ളത്. ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. വഴിതിരിച്ചു വിടുന്നു ഗതാഗതം. ഇപ്പോൾ ചെറിയ തോതിൽ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട് ഈ റോഡിലൂടെ. പൊഴി മുറിച്ചത് ഒരല്പം ആശ്വാസമായിട്ടുണ്ട്. പക്ഷേ അവിടെ മഴ തുടരുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ്. കഴിഞ്ഞ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു. ഇപ്പോഴും മഴ തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.